അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ കയ്യിലുള്ള ഈ കിതാബ് തഹ്വീറുൽ ഇൻസ് അൻ തഹ്വീറുൽ ജിൻസ്, തഅലീഫ് അൽ ഉസ്താദ് അബൂ ഷഹീർ മുഹീദ്ദീൻ ഇബ്രാഹിം അൽ-സഖാഫി അൽ-കാമിൽ അൽ-ഷാഫി അത്തൂക്കി അൽ-മലൈബാരി. കർണാടകയുടെ അനുഗ്രഹീത പണ്ഡിതൻ, ബഹുമാനപ്പെട്ട തോക്കിയ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന തോക്കിയ മുഹീദ്ദീൻ കാമിൽ സഖാഫി ഉസ്താദ് രചിച്ച തഹ്വീറുൽ ഇൻസ് ആൻഡ് തഹ്വീറുൽ ജിൻസ്, ലിംഗമാറ്റത്തിനെ പറ്റിയുള്ള വളരെ ആധികാരികമായ കിതാബാണ്. ഈ കിതാബിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നു. ഇതിൽ പറയുന്നു, മൻ ഹുവൽ ഖുൻസ, ആരാണ് ഖുൻസ? നപുംസകം എന്ന് പറഞ്ഞാൽ ഉഭയലിംഗി ആരാണ്? അതുപോലെ ഒരു മനുഷ്യന്റെ ജിൻസ് വർഗത്തിനെ അത് മാറ്റം മറിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ മറ്റൊരു ചർച്ച, ബീജഹരണം, വൃഷ്ണം നീക്കൽ, അത് പറ്റുമോ ഇല്ലേ? ഒരാള് സ്ത്രീയോട്, ഒരു പുരുഷന് സ്ത്രീയോട് സാദൃശ്യമാകുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷനോട് സാദൃശ്യമാകുന്നത് പറ്റുമോ ഇല്ലേ? ഖിലാബ് പറ്റുമോ ഇല്ലേ? നിറം മാറ്റൽ, അതുപോലെ അൽ കൈ, ചൂട് പൊള്ളിച്ചുകൊണ്ടുള്ള ചികിത്സ, അത് പറ്റുമോ ഇല്ലേ? ലിംഗസത്വത്തിൽ ആശയക്കുഴപ്പമുണ്ടായാൽ അവരെന്ത് ചെയ്യണം? ആണെനിക്ക് തോന്നുകയാണ് ഞാൻ പെണ്ണാണ് എന്ന്, അല്ലെങ്കിൽ ഒരു പെണ്ണിനിക്ക് തോന്നുകയാണ് ഞാൻ ഒരു ആണാണ് എന്ന്. അപ്പൊ ആ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത്? സർജറി ചെയ്തിട്ട് പുരുഷൻ സ്ത്രീ ആകണോ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനാകണോ? ഇതിൽ സവിസ്താരമായി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിംഗം പാടെ തുടച്ചു മാറ്റപ്പെട്ടാൽ അവരുടെ ഹുക്കും എന്താണ്? മുഹന്നിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു പുരുഷൻ കല്ലായിട്ട് കോലം മറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നീട് എന്ത് ചെയ്യണം? ഒരു പുരുഷൻ ഹയവാനായി, ജീവിയായിട്ട് കോലം മറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് ചെയ്യണം? ഒരു പുരുഷന്റെ ഭാര്യ കല്ലായിട്ട് കോലം മറിഞ്ഞാൽ ഭർത്താവ് എന്ത് ചെയ്യണം? അതുപോലെ ഒരു പെണ്ണ് ജീവിയായിട്ട് കോലം മറിഞ്ഞാൽ എന്ത് ചെയ്യണം? കോലം മാറിയ ഒരാള്, ഒരു പുരുഷൻ കോലം മാറി, അപ്പോൾ ആ പെണ്ണിന് വേറെ ഒരു പുരുഷൻ കല്യാണം കഴിച്ചു. വീണ്ടും ആ മനുഷ്യൻ മനുഷ്യനായിട്ട് തന്നെ മടങ്ങി വന്നാൽ ഈ രണ്ടാമത് കല്യാണം കഴിച്ചത് അതിന്റെ അവസ്ഥ എന്താണ്? അത് ഈ കിതാബിൽ വിശദീകരിക്കുന്നു. ഒരു ഭർത്താവ് പെണ്ണായിട്ട് കോലം മാറിയാൽ എന്തു ചെയ്യണം? അതുപോലെ